Watch India's largest kids library only on Jio Hotstar. Download the app now. കമൽപൂരിലുള്ള മിസ്റ്റർ നാഥന് എൻസൈക്ലോപീഡിയ ബുക്ക് നൽകിയിട്ടുണ്ട്. കമൽപൂർ എന്ന നാടിനെ ലോക പ്രശസ്തമാക്കിയ മിസ്റ്റർ നാഥനെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നു. അല്ല പത്ലു, ഈ എൻസൈക്ലോപീഡിയ എന്ന് വെച്ചാൽ എന്താണ്? മോട്ടു, എൻസൈക്ലോപീഡിയ എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയുന്നവൻ. പത്ലു, എനിക്കും എൻസൈക്ലോപീഡിയ ആവണം പത്ലു. എന്നിട്ട് ഈ ഫുർഫുറി നഗരം മുഴുവനും പ്രകാശമാക്കി മാറ്റണം. വരൂ, നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോവാം. ചേട്ടാ, എന്റെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇന്ന പിടിച്ചോ. ഇന്ന് തൊട്ട് നീ എൻസൈക്ലോപീഡിയ ആയിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിന്റെ കാതിൽ ഒരു ചെറിയ ചിപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ആൾക്കാർ നിന്റെ അടുത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും അതിനുള്ള ശരിയായ ഉത്തരം നിന്റെ വായിൽ നിന്ന് തന്നെ വരും. അതേ മോട്ടു, എന്റെ ചങ്ക, എന്നെ വിശ്വസിക്കൂ. കൊള്ളാലോ, ഒളിച്ചു വലിയേട്ടാ. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഒരു കാര്യം, ഇത് നീ സമ്മാനം വാങ്ങിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഒരു ചീറ്റിംഗ് ആവില്ലേ? അതെ വലിയേട്ടാ, ഞാനിത് ജനങ്ങളെ സഹായിക്കാൻ മാത്രമേ ഉപയോഗിക്കൂ. വരൂ പത്ലു, നമുക്കെന്നാൽ വേഗം ഇവിടുന്ന് പോവാം. എന്റെ അമ്മ മോട്ടു അവിടെ നിന്ന് നിന്നേ. തനിക്ക് തന്നിട്ടുള്ള ചിപ്പ് ശരിക്കും പ്രവർത്തിക്കണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അല്ലേ? അതെ ചിങ്കം സാറേ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾ തന്നെ എന്നാൽ ഒരു ചോദ്യം ചോദിക്കൂ. എങ്കിൽ ശരി, ഇതിന് മറുപടി പറ. ഭൂമിയിൽ നിന്നും നിലാവിലേക്ക് എത്ര ദൂരമുണ്ട്? വേഗം പറ. 3,84,434 കിലോമീറ്റർ. പൊളിച്ചടുത്തല്ല, മോട്ട് പറയുന്നത് സത്യമാണെന്ന് നമുക്ക് എങ്ങനെ അറിയാ? അത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ ഗസിറ്ററാം. എന്നാ വേഗം ചെല്ല്, എന്നിട്ട് വേഗം അളന്നെടുത്തോണ്ട് വാ. മമ്മി, രക്ഷകനെ! പൊളിച്ചടുത്തല്ല, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് നിലാവിലേക്ക് പോയിട്ടേ ഇല്ല. ആരെങ്കിലും രക്ഷിക്കണേ മമ്മി. എന്റെ ചങ്ക, എന്റെ ബ്രോ, മോട്ടു ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. അതെ മമ്മി, രക്ഷിക്കണേ! രാത്രിയിൽ പോലും ജനങ്ങൾക്ക് സമാധാനമില്ലാതിരിക്കുകയാണ്. ഓ ഇവിടുന്ന്. ഞാൻ ജനങ്ങളെ സഹായിക്കാൻ പോകുന്നു. വലിയേട്ട, എന്താ പറ്റിയത്? അല്ല, ഇപ്പൊ എന്താ പറയാ മോട്ടു പത്ലു, എന്റെ വിളവ് എന്താന്നറിയില്ല. വളരെ മോശമായിട്ടാ കാണുന്നത്. എന്നാ കേട്ടോളൂ, 2 കിലോ പശുവിന്റെ ചാണകം, 2 കിലോ വേപ്പില, 2 കിലോ വെണ്ണീര്, പിന്നെ കൃമിനാശിനിയും. ഇതൊക്കെ വേണ്ടി വരും. എന്നിട്ട് ഇതിനെയൊക്കെ കൂട്ടിക്കുഴച്ചൊരു പരുവത്തിലാക്കി അതെടുത്ത് നിന്റെ വയലിലോട്ട് ഇടണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? പിന്നെ നിനക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. സത്യമാണോ മോട്ടു? തീർച്ചയായിട്ടും മോട്ടു പറയുന്നത് എല്ലാം സത്യമാണ്. നിങ്ങൾ അതൊന്ന് ശ്രമിച്ചു നോക്ക്. അദ്ദേഹം ഇപ്പോഴൊരു എൻസൈക്ലോപീഡിയയാണ്. ശരി, ഞാനിപ്പോഴും ചെയ്തേക്കാം. വളരെ നന്ദി മോട്ടു പത്ലു. ഇപ്പൊ എന്റെ വളവ് മുഴുവൻ മോശമായല്ലോ. ഞാൻ അവനെ വെറുതെ വിടൂല. അതെ ചന്നു, മന്നു, ഗന്നു, പെട്ടെന്ന് വാ. നമുക്ക് മോട്ടു പത്ലുവിനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. അതേ ചേട്ടാ, നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ പാടത്തിൽ എന്ത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്? എന്റെ പത്ലു ചേട്ടാ, കാണാൻ പറ്റുന്നില്ലേ? എന്റെ പാടം മുഴുവൻ ഉണങ്ങി കിടക്കുകയല്ലേ. എനിക്ക് ഇവിടെ ആണെങ്കിൽ ഒരു ട്യൂബ് വെല്ലും ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റൂ. ഇപ്പൊ 3-4 സ്ഥലത്ത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങും വെള്ളമില്ല. നിങ്ങൾ തന്നെ പറ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് എന്താ, മോട്ടുവിനോട് ചോദിച്ചോളൂ. മോട്ടു ഇപ്പോ ഒരു എൻസൈക്ലോപീഡിയ ആയി മാറിയിരിക്കുകയാണ്. അതെ സത്യമാണ്. നിൽക്കൂ, ഇപ്പൊ തന്നെ നോക്കി പറയാം. ആ 2 വടി ഇങ്ങോട്ട് തന്നെ. ഇതിങ്ങനെ പിടിച്ചിട്ട് മുൻപിലേക്ക് ഇങ്ങനെ നടന്നു പോകണം. ഈ 2 വടിയും എവിടെ വെച്ചാണോ ഇളകുന്നത് അവിടെ വെള്ളമുണ്ടെന്ന് മനസ്സിലാവും. അതെ, ഇവിടെ വെള്ളമുണ്ട്. ഇവിടെ കുഴിച്ചോളൂ കേട്ടോ. പ്രശ്നം തീർന്നല്ലോ. അവിടെ കുഴിച്ചാ മതി കേട്ടോ. നമ്മുടെ ജോലി തീർന്നു. വരൂ. അല്ല, എപ്പോഴാ വെള്ളം വരിക? മോട്ടു പറഞ്ഞിട്ട് ഇത്രയും താഴ്ച വരെ കുഴിച്ചു നോക്കി. എന്തുമാത്രം ചെലവായെന്ന് അറിയോ? വെള്ളത്തിന്റെ ഒരു അടയാളം പോലും കാണുന്നില്ല. ഇതെന്താ 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 ഇങ്ങനെ വരുന്നത്?
അയ്യേ ചീ, ഇത്രയും കറുത്ത അഴുക്ക് വെള്ളം എന്റെ പൈസ വെറുതെ കളയിച്ചു. വിടില്ല ഞാൻ മോട്ടുവിനെ. രഘു, നന്ദു, ഗോലു വരൂ, ഇന്ന് നമുക്ക് മോട്ടിനെ വിടാൻ പാടില്ല. എന്താ പറ്റിയത്? അല്ല, ഈ കോഴികൾക്കൊക്കെ എന്താ പറ്റിയത്? എന്തു പറയാനാ മോട്ടു സാറേ, ഈ 5 കോഴികളും സുഖമില്ലാതെ ഇരിക്കുകയാണ്. ഇത് കാരണം മറ്റു കോഴികൾക്കും ഇതേ രോഗം പടരുന്നേ. ഈ രോഗം വേഗം പടരുന്ന രോഗമാണ്. പിന്നെ ഒറ്റയടിക്ക് ഈ ഫാം മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോകുന്നേ. എന്ത് ചെയ്യണമെന്ന് മോട്ടു പറഞ്ഞു തരും. പറയാം, ധൃതി വയ്ക്കാതെ. നിങ്ങളുടെ ഈ കോഴികൾക്കൊക്കെ ഉലുവയും ഇഞ്ചിയും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ ഏലക്കായും മുന്തിരിപ്പരിപ്പും ഇതിന്റെ കൂടെ കുറച്ച് പച്ചപ്പട്ടാണിയും ചെറുപയരും അരച്ചു കൊടുത്താൽ മതി. നിന്റെ ഈ കോഴികളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചോളും. പിന്നെ ഒരിക്കലും രോഗം ഉണ്ടാവുകയും ഇല്ല. നീ പേടിക്കേ വേണ്ട. ഈ ചികിത്സ പുതിയതായിട്ടാണല്ലോ തോന്നുന്നത്. എന്തായാലും ഞാൻ ചെയ്യാം. എന്നാ ചെയ്തോളൂ. എന്താ ഇങ്ങനെ ആയത്? മോട്ടു എന്റെ ഫാം മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞല്ലോ. മഹാഭാവി, അന്നു സന്നു കുന്നു, വേഗം ഇങ്ങോട്ടേക്ക് വരൂ. മോട്ടു പത്തുലുവിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. വരൂ വലിയേട്ടാ, വേഗം തരൂ സമൂസേ. പത്തുലു കണ്ടില്ലേ, എല്ലാവരും എന്റെ അടുത്ത് താങ്ക്സ് പറയാൻ വരുവാന്നാ തോന്നുന്നത്. മോട്ടു താങ്ക് യു പറയാൻ എന്തിനാ കമ്പും കൊണ്ട് ഇവര് വരുന്നത്? അതും ശരിയാണല്ലോ. അല്ല, താൻ എന്റെ വിളവ് മുഴുവൻ മോശമാക്കി. താൻ എന്നെ കറുത്ത വെള്ളം മാത്രം വരുന്ന സ്ഥലത്താണ് കിണർ കുഴിക്കാൻ പറഞ്ഞത്. എന്ത് നഷ്ടം എനിക്കുണ്ടായെന്നറിയോ? നീ എന്റെ കോഴി ഫാം മൊത്തത്തിൽ നശിപ്പിച്ചു. നീ പറഞ്ഞ ധാന്യങ്ങൾ കൊടുത്തിട്ട് എന്റെ കോഴികളെല്ലാം ചത്തുപോയി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇവന്മാർക്ക് പാഠം പഠിപ്പിക്കണം. അടിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടോ പത്തലുണ്ട് മാത്രം ഫ്രണ്ടാണ്. അവനെ പിടിച്ച് പൊളിക്കാൻ. ഓടിക്കോ പത്തുലു. ഇതാണ് സംഭവിച്ചത്. ഞാൻ എല്ലാരും നോക്കിക്കോളാം. ഒറ്റ ഞാൻ വിടില്ല, ഒരിക്കലും വിടില്ല. ഇത് ചിങ്കത്തിന്റെ കോട്ടയാണ്. എന്നെ തകർത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ. എന്റെ അമ്മ കോട്ട തകർക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തകർത്തല്ലോ. ഓ നോ, ഒരുത്തരും വെറുതെ വിടില്ല. ഓടല്ലേ? എന്റെ അമ്മ കേട്ടോടാ, അവിടെ അല്ല, ഇതെന്താ? മോട്ടു പത്തുലുവിന്റെ മരുന്ന് കൊണ്ട് എന്റെ കൃഷിയും വിളവും ഒക്കെ സൂപ്പറായല്ലോ. ചന്നു മന്നു കന്നു, പെട്ടെന്ന് വാ. നമുക്ക് മോട്ടു പത്തുലുവിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ നന്ദി അറിയിക്കണം. കൊള്ളാലോ. ഇതെന്താ? ഇത് എണ്ണയല്ലേ? എന്റെ പാടത്ത് എണ്ണക്കടറോ? ഞാനിപ്പോ ഒരു കോടീശ്വരനായേ. കലക്കേ. അതെ, ഇതൊക്കെ മോട്ടു പത്തുലു കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. വാ, പെട്ടെന്ന് പോയിട്ട് നമുക്ക് അവരോട് നന്ദി പറയാം. എങ്ങോട്ടാ ഓടുന്ന? മോട്ടു പത്തുലു നിൽക്കാനാ ഞാൻ പറഞ്ഞത്. എന്തത്? മുട്ടയോ? അന്നു സന്നു ഗുല്ലു പപ്പു, വരൂ, നമുക്ക് മോട്ടു പത്തിലോട് നന്ദി പറഞ്ഞിട്ട് വരാം. വേഗത്തിൽ രക്ഷപ്പെട്ടോ.
ഇനിയിപ്പോ എന്താ ചെയ്യാ പത്തലു? ഇനി ഓടാൻ പോലും ഒരു സ്ഥലം ബാക്കിയില്ല മോട്ടു. എല്ലാ ഭാഗത്തു നിന്നും ഇവർ നമ്മളെ വളഞ്ഞിരിക്കുകയാണ്. അതെ മോട്ടു പത്തലു, എന്തിനാ ഓടണേ? ഞങ്ങൾ നിങ്ങൾക്ക് താങ്ക് യു പറയാൻ വന്നതല്ലേ? എങ്ങനെ ചായക്കടയുടെ മുമ്പിൽ വെച്ച് ഞങ്ങളോട് താങ്ക്സ് പറഞ്ഞില്ലേ? അങ്ങനെയോ? ഞങ്ങൾ അതൊന്നും മറന്നിട്ടില്ല. ആഹാ. അയ്യോ അങ്ങനെയല്ല, ശരിക്കുള്ള താങ്ക് യു. നിങ്ങൾ പറഞ്ഞത് കേട്ടത് കൊണ്ട് എന്റെ വിളവും കൃഷിയൊക്കെ സൂപ്പറാ. അതുപോലെ എന്റെ ഫാം മുഴുവൻ കോഴികളെല്ലാം ആരോഗ്യമായി മുട്ടയിട്ട് നിറച്ചിരിക്കുകയാണ്. നിങ്ങളോട് നന്ദി പറയാൻ വന്നതാണ്. എന്നിട്ട് എന്റെ പാടത്ത് ഇപ്പൊ എണ്ണയാണ് വരുന്നത്, പെട്രോള്. കൊള്ളാലോ മോട്ടു, നീ ശരിക്കും ഒരു എൻസൈക്ലോപീഡിയയായി മാറിയിട്ടുണ്ട് അല്ലേ? താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു. താങ്ക് യു. ജയ്. Watch India's largest kids library only on Geo Hotstar. Download the app now.